കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ എവിടെ ചെന്നാലും പറയും ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ ഇത് കേരളമാണെങ്കിൽ ഇവിടുത്തെ ഈ സേവനം നടത്തുന്ന പാവപ്പെട്ടവരെ ആദ്യം കൺസിഡർ ചെയ്യും. അവർക്ക് കൊടുക്കണം. വെയിലെന്നോ മഴയൊന്നും ഇല്ലാതെ അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്നും എന്തൊരു കഷ്ടമാണിത്, എന്തൊരു കഷ്ടമാണെന്നേ പറയാനുള്ളൂ. കഷ്ടമേ എന്ന് പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ശോകമാണ്, കട്ട ശോകമാണ്. കേരള സർക്കാർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന് പൈസ കിട്ടണം. എന്നാൽ ഇന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നഡ്ഡ വളരെ വ്യക്തമായിട്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട്. പൈസയുടെ കണക്ക് എന്നാൽ തിരിച്ച് കേരള സർക്കാർ കൊടുത്തിട്ടില്ല. അതൊരു പ്രശ്നമാണെന്നുള്ള കാര്യം. അപ്പോൾ ആശാവർക്കർമാർ കൊടുക്കാനുള്ള കേന്ദ്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി കൊടുക്കേണ്ടവരാണ്. പിന്നെ മധ്യപ്രദേശ് ആയാലും രാജസ്ഥാൻ ആയാലും മഹാരാഷ്ട്ര ആയാലും ഉത്തർപ്രദേശ് ആയാലും ഛത്തീസ്ഗഡ് ആയാലും അങ്ങനെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആശാവർക്കർമാരുടെ വേതനം കേരളത്തിനേക്കാൾ ഒത്തിരി മുകളിലാണ്. ഉത്തരാഖണ്ഡിൽ എനിക്ക് തോന്നുന്നു 14,000 രൂപയാണ് കൊടുക്കുന്നത് ഒരു മാസം. ആ സർക്കാരുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ സർക്കാർ കൊടുക്കുന്നത് ഒരു വീതം കേന്ദ്രത്തിന്റെയും മറ്റു വീതം ലാഭ വിഹിതം സംസ്ഥാന സർക്കാരിനെയാണ്. സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ കൂട്ടിക്കൊടുക്കണമെന്ന് പോലും നമ്മൾ പറയുന്നില്ല. പൈസ അവർക്ക് എക്സ്ട്രാ കൊടുക്കണമെന്ന് പോലും നമ്മൾ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ട് അവർ കൊടുക്കേണ്ട പൈസ അവർക്ക് എല്ലാ മാസവും കിട്ടേണ്ട ശമ്പളമെങ്കിലും കൃത്യസമയത്ത് കൊടുക്കണം.